നമസ്കാരം രക്ഷണം കുടുംബമേ. ഇന്ന് കാസർഗോഡിൽ നടന്ന ഒരു ജില്ലാതല മീറ്റിംഗാണ് നമ്മളീ കാണുന്നത്. അവിടെ നമ്മൾ സംസാരിച്ച ചില ഭാഗങ്ങൾ നമ്മുടെ ട്രസ്റ്റ് അംഗങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ശുഭം കരോതു കല്യാണം ആരോഗ്യം സുഖസമ്പദഃ ദ്വേഷബുദ്ധി വിനാശായ ആത്മജ്യോതിർനമോസ്തുതേ ആത്മജ്യോതി പ്രദീപ്തായ ബ്രഹ്മജ്യോതിർനമോസ്തുതേ ബ്രഹ്മജ്യോതി പ്രദീപ്തായ ഗുരുർജ്യോതിർനമോസ്തുതേ. തന്നെ തുടക്കത്തില് പല ആളുകളും പാർട്ടിക്കാരായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ രക്ഷണം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നപ്പോ എല്ലാവർക്കും അങ്ങനൊരു കുട്ടികളെ കളിക്കുകയാണെന്നുള്ളൊരു വാദം. അങ്ങനെയൊക്കെ എന്ത് ചെയ്യും, ഇതിലും വലിയ ആൾക്കാരെ എന്തോ ചെയ്തിട്ടൊന്നും നടന്നിട്ടില്ല, ഇവനെന്ത് ചെയ്യാൻ പോകണമെന്നുള്ളൊരു തോന്നലേ. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചില്ല. അതായത് നമ്മൾ കൊടുക്കുന്ന ആശയം ആളുകൾക്കുള്ളിലോട്ട് എങ്ങനെ എത്തുന്നു എന്നുള്ളതിലാണ് കാര്യം. നിങ്ങൾക്ക് ഞാൻ ചിന്തിച്ചു, ഒരു ദിവസം 1 രൂപ സഹായം, ഞാൻ ഒരു ദിവസം 10 രൂപ സഹായം എന്ന് പറഞ്ഞ സാധനം പൊട്ടി. മനസ്സിലായില്ലേ? അതാണ് ഇതിന്റെ ഒരു മാർഗം. 10 രൂപ നിങ്ങൾ ഡെയിലി തരണം എന്ന് പറഞ്ഞ സാധനം ചെയ്യില്ല. പക്ഷെ 1 രൂപ നിങ്ങൾ തരണം എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ ഒരു ദിവസം 100 രൂപ തരാൻ ആളുകൾ നിൽക്കുന്നുണ്ടാവും. ആ 1 രൂപയിൽ നിന്ന് തുടങ്ങിയാൽ മതി. കാരണം 10 രൂപ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 രൂപ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് എത്ര സംശയമാണ്. അപ്പൊ അതിപ്പോൾ 9 രൂപ കൂടി കഴിഞ്ഞാൽ എത്രത്തോളം സംശയം ഉണ്ടാവും എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിപാടി അവിടെ നടത്താൻ പറ്റില്ല. കാരണം ഫുള്ള് സംശയമാണ്. ഈ സംശയം തീർക്കാൻ നിങ്ങൾക്ക് 5 കൊല്ലാൻ വേണ്ടില്ല, അപ്പൊ നടക്കില്ല. പിന്നെ ആദ്യമേ നമ്മൾ പറഞ്ഞത് രക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം കേരളത്തിലെ എല്ലാ ജില്ലകളിലും രക്ഷണം രൂപീകരണം നടന്നതിന് ശേഷം മാത്രം എല്ലാ പഞ്ചായത്തും ഇപ്പൊ ഓൾമോസ്റ്റ് 700 പഞ്ചായത്ത് ഭയങ്കര മൂവിങ് ആണ്. ഞാൻ പറയാം 779 പഞ്ചായത്തായി. 950 പഞ്ചായത്ത് നമുക്ക് പിന്നെ എത്രയുണ്ട്, വളരെ കുറച്ച് പഞ്ചായത്ത് കൂടി നമുക്കുള്ളൂ. അതുകൂടി നമുക്കായി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അല്ലാത്ത പക്ഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു വെച്ചോ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ തുടങ്ങാത്ത. നിങ്ങൾ നമ്മൾ തോൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, നിങ്ങൾക്ക് ആളുകൾ സഹായിക്കാനുള്ള ഒരു അമ്പലം അല്ലെങ്കിൽ രക്ഷണത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ നിങ്ങളുടെ ഈ ഒരു കുറേ ഉള്ള എന്താ പറയുക ഈ ഒരു പ്രഷർ കാരണം ചിലപ്പോൾ ഞങ്ങൾ തുടങ്ങി പോകും. നമ്മൾ കേൾക്കുന്ന ലെവലോട് നമ്മളെ ഈ ആശാണ് മുൻപ് പോകും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വെറും തമാശയായി കാണേണ്ട ഒരു സംഗതിയായിട്ട്. അപ്പൊ നമ്മൾ രക്ഷണം തുടങ്ങുന്ന സമയത്ത് എല്ലാ പഞ്ചായത്ത് ഗ്രൂപ്പിലും എല്ലാ വാർഡിലും നമ്മൾ ഉണ്ടാവണം. രക്ഷണം ഗൃഹസമ്പർക്കം വയ്ക്കുന്ന സമയത്ത് എല്ലാ ജില്ലയിലും എല്ലാ പഞ്ചായത്തിലും 3-4 ദിവസം കൊണ്ട് നമ്മൾ ഗൃഹസമ്പർക്കം നടത്തും. എല്ലാ വീടുകളിലും ഹൈന്ദവരായിട്ടുള്ള ചിലപ്പോ നമ്മളെ ഓടിക്കുമായിരിക്കും. ഇവിടത് വേണ്ട, ഞങ്ങൾ മതേതരന്മാരാണ്, ഞങ്ങൾ മതേതരം കണ്ടുപിടിച്ചവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് അങ്ങനെ പറമ്പിൽ തെങ്ങാറുള്ള പണി, നിങ്ങളെ പുറത്തുകൂടി കഴിഞ്ഞ് എനിക്ക് തെങ്ങാറാനിട്ടില്ല, ഇങ്ങനെയുള്ള പല പരാതികളും ഉണ്ടാവും. അപ്പൊ നമ്മളൊരു പഞ്ചായത്തിൽ 1000 വീടുണ്ടെങ്കിൽ 250 വീട് നിങ്ങൾ റിജക്ട് ചെയ്യും. പക്ഷെ തളരണ്ട, ഒരു 2 മാസത്തെ പ്രവൃത്തി കൊണ്ട് അവർ നമ്മളോട് ഇങ്ങോട്ട് അന്വേഷിച്ച് വരും, ഞങ്ങളുടെ വീട്ടിൽ കൂടി വരുമെന്ന് പറഞ്ഞു. കാരണം ആ പ്രവൃത്തികൾ നമ്മൾ ചെയ്ത് കാണിച്ചു. അപ്പൊ നമ്മൾ എല്ലാ വീട്ടിലും കയറി മാസം 1 രൂപ, ദിവസം 1 രൂപ എന്നുള്ളത് മാസത്തിൽ പോയിട്ട് 30 രൂപ നമ്മൾ സംഭാവന ചെയ്യണം. ഈ സംഭാവന വരുന്ന പണം അത് കൃത്യമായി ഓടിക്കുന്നുണ്ടാവും. പണം പിരിക്കാൻ നമ്മളൊരു നിർദ്ധരായിട്ടുള്ള ഒരാൾ, ഒരു സ്ത്രീയോ പുരുഷനോ, അവരെ ഏൽപ്പിക്കണം. ആ പണം പഞ്ചായത്തില് ആരാണ് ഉത്തരവാദി അദ്ദേഹത്തിന് ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം അവരിൽ നിന്നൊരു ഫൈനും ഇവർ അദ്ദേഹത്തിന് ഫൈനും കൊടുക്കണം. കാരണം 1 രൂപ പോലും ഹൈന്ദവന്റെ ഉന്നമനത്തിന് വേണ്ടി നൽകിയിട്ടുള്ള 1 രൂപ പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോ ഈ പിരിക്കുന്ന ആളും പഞ്ചായത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളും തമ്മിൽ ഒരു കരാറാണ്. അതൊക്കെ നമ്മുടെ ട്രസ്റ്റിന്റെ ആളുകളെ നിങ്ങൾ ആരാണോ ജില്ല
കൈകാര്യം ചെയ്യുന്ന അവർ പോയി ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ പിന്നീട് അത് ജില്ലാ കമ്മിറ്റിക്ക് വരുമ്പോൾ ജില്ലാ കമ്മിറ്റി അവർക്ക് ഒപ്പിട്ട് കൊടുക്കണം. പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഞങ്ങൾ എത്ര വാങ്ങിച്ചു എന്നുള്ളത് തിരിച്ചതുപോലെ അവരിങ്ങോട്ട് ഒപ്പിട്ട് കൊടുക്കണം. കാരണം ഒരു രൂപ നമുക്ക് നഷ്ടമാകാൻ പാടില്ല. അത് അതാത് ജില്ല കൊണ്ടോട്ട് വരും. അവിടെ നിന്നും നമ്മളത് എന്ത് ചെയ്യണമെന്നുള്ളത് നമുക്ക് വന്ന അപേക്ഷ അനുസരിച്ചായിരിക്കും ചെയ്യാം. അപ്പോ ആരാണോ ജില്ലയിൽ 10 എക്സിക്യൂട്ടീവുകളല്ലേ നമ്മൾ അല്ലേ, 10 എക്സിക്യൂട്ടീവുകൾ ആരാണോ അവരാണ് പിന്നെ അത് എന്ത് ചെയ്യണം തീരുമാനിക്കുന്നത്. പക്ഷെ അതിന്റെ ഓർഡർ വരേണ്ടത് രക്ഷണത്തിന്റെ പ്രശ്നം നിന്നാണ്. നിങ്ങൾ പറയാം ഇന്ന അപേക്ഷകൾ നമുക്ക് ഇന്ന ചെയ്യാം. അപ്പൊ നമുക്ക് വരുന്ന ഫണ്ടിൽ നിന്നും ഇത്ര ശതമാനം എന്നുള്ളത് നമ്മൾ മാറ്റി. ഇപ്പൊ നമുക്കൊരു 10 ലക്ഷം രൂപ ഒരു ജില്ലയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതിന് ഇത്ര ശതമാനം വിദ്യാഭ്യാസത്തിനും ഇത്ര ശതമാനം ചികിത്സയ്ക്കും ഇത്ര ശതമാനം ഭവനത്തിനും എന്ന് നമ്മൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തും. അതുള്ളതിന് മാത്രമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിൽ നിന്ന് ഒരു രൂപ പോലും നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം ഇന്ന് കുറച്ച് ആവശ്യമാണ് അവരുടെ ചികിത്സന്റെ ഫണ്ട് ഇങ്ങോട്ട് ഇവിടെ അത് കൊടുക്കാറില്ല, ഇത് പറ്റില്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് ശതമാനക്കണക്ക് വെച്ചിട്ടുണ്ട്. അതിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും സഹായങ്ങൾ എത്താൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് നമ്മളൊക്കെ കരുതുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ സ്വപ്നമായിട്ടാണ് നിൽക്കുന്നത്, നടക്കില്ല. നടക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രാവശ്യം തന്നെ നമുക്ക് ഓരോ ജില്ലയിലും 1-2 വീടുകൾ അനുവദിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഓരോ ജില്ലയിലും ഡയാലിസിസ് സെന്ററുകൾ ഉണ്ടാവും, ആംബുലൻസ് സർവീസുകൾ. അതൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് അത്യാവശ്യം ആളുകൾക്ക് ഓഫറൊക്കെ ഉണ്ട്. നമുക്ക് ഓരോ ജില്ലയ്ക്ക് വിട്ടു തരാനുള്ള അതൊക്കെയാണ് ആളുകളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഡയാലിസിസ് സെന്ററുകൾ നമുക്ക് അത്യാവശ്യമൊക്കെ നമുക്ക് കിട്ടാറുണ്ട്, അതും നമുക്ക് വാങ്ങിയെടുക്കാം. അതുപോലെ തന്നെ ചികിത്സ, ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ചികിത്സ ഫ്രീ ചികിത്സയാണ്. അത് പലർക്കും അറിയില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോയി ചികിത്സ കൊടുക്കുന്നത്. ഇവിടെ പല ആൾക്കാരും അതിന് അനുവദിക്കാറില്ല. അല്ലെങ്കിൽ നേരെ 50 ലക്ഷത്തിന് ചികിത്സ അവിടെ കൊണ്ടുപോയി കൊടുത്ത് ഇന്ന ഹോസ്പിറ്റലിൽ കയറ്റുമെന്ന് പറയും. വേണ്ട, നമുക്ക് ഒരു രൂപയില്ലാതെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുമല്ലോ, നമ്മളവിടെ കൊണ്ടു ചെല്ലണം മാത്രം. ചില ആളുകൾക്ക് പറ്റില്ല. ഇപ്പൊ ഞാൻ ഒരു അമ്മയ്ക്ക് വേണ്ടി ചികിത്സ സഹായം ഉണ്ടാക്കിയപ്പോൾ ഞാൻ അനുഭവിച്ചാണ്. അന്നെനിക്ക് ഭയങ്കര സങ്കടമായ വിഷയമായിരുന്നു. സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ചികിത്സക്ക് സഹായം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ആ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ കൊണ്ടുപോകില്ല എന്ന് ചോദിച്ച സമയത്ത് ആ മകൻ പറഞ്ഞൊരു ഉത്തരം നമ്മളെ വളരെയധികം വേദനിപ്പിച്ചതാണ്. അത് ഞാൻ അവൻ ആ സമയത്ത് ദേഷ്യപ്പെട്ട് സംസാരിച്ചെങ്കിൽ പോലും പിന്നീട് ഞാൻ ചിന്തിക്കുമ്പോൾ അവനെങ്ങനെ അങ്ങനെ ആയി എന്നുള്ളതിന്റെ കാരണക്കാര് നമ്മളൊക്കെ തന്നെ. അവർ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു കണ്ടീഷനിൽ ആണ് എങ്കിൽ അവർ തീർച്ചയായിട്ടും അവന്റെ അമ്മേനെ കുഞ്ഞുപോലെ സ്നേഹിച്ചാണ്. ഇതവർ നിർത്തിക്കണം. കാരണം അവന് ചിരിക്കാൻ അമ്മേന്റെ എന്താ പറയാ, ഈ പറഞ്ഞ ചിരി കൊടുത്ത കാല് കാണിച്ചു കൊടുത്ത് പിന്നീട് ഒരു ഗതികേട്ടിൽ വന്നു. അതിന്റെ കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. നമ്മൾ സഹകരണമില്ലാതായി മാറി. ഇത് കണ്ടും മടുത്തിട്ടാണ് നമ്മൾ ഈ രക്ഷണായി മുന്നോട്ട് വന്നിട്ടുള്ളത്. പല സംഘടന നമ്മൾ മുന്നിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, നമ്മളൊന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത സംഘടനകളുണ്ട്. പക്ഷെ അവർക്കൊന്നും എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും കയറാൻ സാധിക്കും. അവർക്ക് പറയാനൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു, നമുക്ക് പറയാൻ രാഷ്ട്രീയമില്ല. പകരം നമുക്ക് ഹിന്ദു എന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ, ജാതി പോലും നമ്മൾ ഉച്ചരിക്കുന്നില്ല. അങ്ങനെ നമുക്ക് ഏതവന്റെ മുന്നിൽ പോയിട്ട് പറയാം ഞാൻ രക്ഷണത്തിന് വരുന്നതാണ്. അപ്പൊ നമ്മുടെ രക്ഷണത്തിന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര പോസിറ്റീവാണ്. എവിടെ പോയാലും നിങ്ങൾക്ക് സഹായം കിട്ടും. ഇപ്പൊ നിങ്ങൾ കൂടെ കോഴിക്കോട് പോയാലും കണ്ണൂർ പോയാലും കാസർഗോഡ് പോയാലും ഇനിയിപ്പോ തിരുവനന്തപുരത്ത് പോയാലും നിങ്ങൾ രക്ഷണം കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാനുള്ള ആളുകളുണ്ട്. അത് ഈ 2-3 മാസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും. ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി. നമ്മുടെ എവിടെയാണ് സ്ഥലം? പൊന്നാനിയിൽ ഒരു ചേച്ചിയുടെ വീട് ജപ്തിയാണ്. ആ ജപ്തി സമയത്ത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞോ, ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു കേസ് നിങ്ങൾ ബാങ്കിലോട്ടൊന്ന് പോയി നോക്കുമോ എന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരനോട് പറഞ്ഞു അതിനെന്തോ ചോദിച്ചാൽ ഞാൻ പോവാം. ഞാൻ എൻ്റെ മകൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ്, ഞാൻ അവിടെ നിന്ന് ഇറക്കിയിട്ട് ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. ആര് പറയുന്നത്? നിങ്ങൾ പറയുന്നത്. ചിലപ്പോൾ പറയരുത്. ഇപ്പൊ രക്ഷണത്തിന് വന്നോട് ചിലപ്പോൾ പറയരുത്. അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നെ രക്ഷണത്തിൽ വന്നതുകൊണ്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പോയതാണെന്ന് ചോദിക്കും. ഈ ഓപ്പറേഷൻ നടത്തുന്ന കുട്ടിയുടെ അമ്മയാണ് ആ ബാങ്കിൽ പോയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്.